നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹോർമോണൽ ഡിസീസാണ് PCOD, PCOS. ഇപ്പോൾ ടീനേജേഴ്സിലും ചെറുപ്പക്കാരിലും കൂടുതലായി കാണുന്ന ഒരു ഡിസീസ് ആയതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. PCOD ഉള്ളവരും PCOD ഇല്ലാത്തവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. കാരണം PCOD ഇല്ലാത്തവർക്ക് ഇനി ഇത് വരാതിരിക്കാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ എന്താണ് PCOD, PCOS എന്ന് മനസ്സിലാക്കാം. പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, ഇതിനെ ചുരുക്കി പറയുന്ന പേരാണ് PCOD, PCOS. റീപ്രൊഡക്റ്റീവ് ഏജിൽ കാണുന്ന കോമൺ എൻഡോക്രൈനിയൽ പ്രോബ്ലം ആണിത്. സ്ത്രീകളുടെ ഓവറീസ് ഇമ്മച്ചുർ ആയിട്ടുള്ള എക്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും ആ എക്സ് സിസ്റ്റായി മാറുകയും ചെയ്യുമ്പോഴാണ് PCOD ഉണ്ടാകുന്നത്. ഈ സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പ്. ചിലപ്പോൾ അതിൻ്റെ അകത്ത് എയർ ആയിരിക്കും, ചിലപ്പോൾ ഫ്ലൂയിഡ് ആയിരിക്കും, എന്തുവേണമെങ്കിലും ആവാം. പക്ഷെ ഇങ്ങനെ കുറേ ഓവറീസിൽ ഇങ്ങനെ കുറേ സിസ്റ്റുകൾ മുഴ പോലെ ഇങ്ങനെ കുറേ ബബിൾസ് പോലെ ഇങ്ങനെ ഫോം ചെയ്യുന്ന സമയത്താണ് PCOD ഉണ്ടാകുന്നത്. ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തെ സിംറ്റം എന്ന് പറയുന്നത് PCOD ഉള്ളവർക്ക് ഇറഗുലർ പീരീഡ്സ് ആയിരിക്കും. രണ്ടാമത്തെ സിംറ്റം എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാകുന്ന വെയിറ്റ് ഗെയിൻ, അമിതവണ്ണം. മൂന്നാമത്തെ സിംറ്റം മുഖത്തൊക്കെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക, മെയിൽസിനെ പോലെ രോമ വളർച്ച ഉണ്ടാവുക മുഖത്തൊക്കെ. അതുപോലെ തന്നെ പിമ്പിൾസ് ഉണ്ടാവുക, ആക്നി ഉണ്ടാവുക. ഇതൊക്കെ PCODയുടെ ലക്ഷണങ്ങളാണ്. നാലാമത്തെ സിംറ്റം എന്ന് പറയുന്നത് സോണോഗ്രഫി എന്ന് പറയുന്ന ഒരു സ്കാൻ ഉണ്ട്. ഈ സ്കാൻ ചെയ്യുമ്പോൾ ഓവറീസിൽ കുറേ സിസ്റ്റുകൾ ഇങ്ങനെ ഫോം ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ വരുമ്പോഴും PCODയുടെ ലക്ഷണമാണത്. ഞാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഫിഗർ ഡയഗ്രമാറ്റിക് ഫിഗർ ആണ്. ശരിക്കും സോണോഗ്രഫി സ്കാൻ ചെയ്യുമ്പോൾ ഇതുപോലെ എല്ലാവർക്കും കുറച്ച് ഡിഫറൻസ് ഉണ്ടാകും. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ലക്ഷണങ്ങൾ. അതായത് PCOD ഉള്ളവർക്ക് ഇറഗുലർ പീരീഡ്സ് ഉണ്ടാകും, മുഖത്തൊക്കെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകും, പിമ്പിൾസും ആക്നെയൊക്കെ വരാൻ നല്ല സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് സോണോഗ്രഫി എന്ന് പറയുന്ന സ്കാൻ ചെയ്യുമ്പോൾ അവരുടെ ഓവറീസിൽ കുറേ സിസ്റ്റുകൾ ഇങ്ങനെ ഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർ പെട്ടെന്ന് ഓയിലി സ്കിന്നായി മാറും. അതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. പക്ഷേ ഇതിലെ പല ലക്ഷണങ്ങളും നമുക്ക് ഓൾറെഡി ഉള്ളതായിരിക്കും. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ചിലവരുടെ മുഖത്ത് പിമ്പിൾസും ആക്നിയും ഉണ്ടാകും. അതുപോലെ ചിലവരുടെ മുഖത്ത് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് കൂടുതലായിരിക്കും. എന്നും പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും PCOD ആണ്, PCOS ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതായത് PCOD നമുക്കുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയയിൽ 3 ഘടകങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ 3 ഘടകങ്ങളിൽ ഏതെങ്കിലും 2 ഘടകം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് PCOD ഉണ്ടെന്ന് അർത്ഥം. ഈ 3 ഘടകങ്ങളിൽ നമുക്ക് ഒരു ഘടകമൊക്കെയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് PCOD അല്ല. അപ്പൊ നമുക്ക് ആ ഘടകങ്ങൾ മനസ്സിലാക്കുക. അതായത് ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോണോഗ്രഫി എന്ന് പറയുന്ന ഒരു സ്കാനിലൂടെ ഓവറീസിൽ സിസ്റ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ 10ലധികം സിസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് PCODയുടെ ഒരു ലക്ഷണമാണ്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇറഗുലർ പീരീഡ്സ് കാണിക്കുക എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ ഇറഗുലർ പീരീഡ്സ് 1 to 3 months വരെ പീരീഡ്സ് ഇല്ലാത്ത അവസ്ഥയും വരാൻ സാധ്യതയുണ്ട്. തേർഡ് ക്രൈറ്റീരിയ ആൻഡ്രോജൻ എന്ന് പറയുന്ന മെയിൽ ഹോർമോൺസ് സ്ത്രീകളുടെ ശരീരത്തിൽ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ അത് PCODയുടെ ലക്ഷണമാണ്. ഈ 3 ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഈ 3 ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും 2 ക്രൈറ്റീരിയ വരുമ്പോഴാണ് അവർക്ക് PCOD ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റിക് പേഷ്യൻ്റ് ഉള്ള രാജ്യമാണ് ഇന്ത്യ. അതായത് ഇന്ത്യ ആണ് ക്യാപിറ്റൽ ഓഫ് ഡയബറ്റീസ് ഇൻ വേൾഡ് എന്നറിയപ്പെടുന്നത് എന്നാണ് ഗൂഗിൾ പറയുന്നത്. ഇവിടെ PCODയുടെ റോൾ എന്താണെന്ന് വെച്ചാൽ PCOD ഈസ് എ പ്രീ ഡയബറ്റിക് കണ്ടീഷൻ. അതായത് PCOD ഉള്ളവർക്ക് കുറേ നാൾക്ക് ശേഷം ഡയബറ്റീസ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ മെയിൻ കാരണം ആവശ്യമില്ലാത്ത സ്ട്രെസ്സാണ്. ആ സ്ട്രെസ് നമ്മുടെ മാസ്റ്റർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെയും ഓവറി സൈക്കിളിനെയും ഡിസ്റ്റർബ് ആക്കും. അതുപോലെ തന്നെ പ്രൊസീഡഡ് ഫുഡും ജങ്ക് ഫുഡ്സും ഒക്കെ ഓവറായി കഴിച്ചാലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് എക്സസൈസ് ചെയ്യുക, ഓടുക, ചാടുക, ഇതൊന്നും ചെയ്യാത്ത ഒരു പേഴ്സണ് എന്തായാലും ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകും. ഈ ഹോർമോൺ ഇംബാലൻസിലൂടെ എക്സസീവ് ആയിട്ടുള്ള ആൻഡ്രജൻ മെയിൽ ഹോർമോൺസ് ഉണ്ടാവുകയും അപ്പോൾ ഫീമെയിൽ ഹോർമോൺസ് കുറയുകയും ചെയ്യും. അതായത് ചുരുക്കി പറഞ്ഞാൽ സ്ത്രീകളുടെ ശരീരത്തിൽ മെയിൽ ഹോർമോൺസ് കൂടിക്കഴിഞ്ഞാൽ ഫീമെയിൽ ഹോർമോൺസ് ഗ്രാജുവലി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ റിസൾട്ടായിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡും ഓവറീസും തമ്മിൽ മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയും
അവരുടെ ശരീരത്ത് ഓവറീസ് എഗ്സ് ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുകയും എഗ്സിന് പകരം കുറെ സിസ്റ്റുകളായിട്ട് ഓവറീസിൽ ഫോം ചെയ്യും. അങ്ങനെ ഓവറീസിൽ കുറെ സിസ്റ്റുകൾ ഫോം ചെയ്യുമ്പോൾ ആ ഒരു ഓവറിനെ പറയുന്ന പേരാണ് പോളിസിസ്റ്റിക് ഓവറി. ഇതിന്റെ റിസൾട്ടായിട്ട് എഗ് ഉണ്ടാവാതെ മെൻസ്ട്രൽ സൈക്കിളിന് ഇംബാലൻസ് വരികയും പീരീഡ്സ് ഇറഗുലർ ആവുകയും ചിലപ്പോൾ പീരീഡ്സേ ഇല്ലാത്ത അവസ്ഥ വന്നേക്കാം. PCOD ഉള്ളവരുടെ ശരീരത്ത് നിങ്ങൾ ഇൻസുലിന്റെ അളവ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ, കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് വെയിറ്റ് പെട്ടെന്ന് കൂടുന്നതും ആൻഡ്രോജൻ ഹോർമോൺസിന്റെ അളവ് കൂടുന്നതും ഹെയർ ഗ്രോത്തും മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാകുന്നത്. ഇനി ഇതിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീക്കിലി 5 to 6 days എങ്കിലും മാക്സിമം കാർഡിയോ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എക്സസൈസും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക. പ്രോപ്പർ സ്ലീപ്പും ഒക്കെ ഇൻക്ലൂഡ് ആയി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനി PCOD ഇല്ലാത്തവർക്കും ഈ സെയിം സംഭവമാണ് ഫോളോ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾ PCOD ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോയി സംസാരിക്കുന്ന സമയത്ത് ഡോക്ടർ പ്രിഫർ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യമാണ് ഞാനിപ്പോൾ നേരത്തെ സംസാരിച്ചത്. അതായത് ഡോക്ടേഴ്സ് പറയാൻ പോകുന്നത് വെയിറ്റ് ലോസ് ചെയ്യണം, അതുപോലെ തന്നെ ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ചിലപ്പോൾ അവർ ഒരു ഡയറ്റ് പ്ലാൻ തന്നെ തരുമായിരിക്കും. പിന്നെ മൂന്നാമത് പറയുന്നതാണ് പ്രോപ്പർ സ്ലീപ്പ്. ഈ 3 സംഭവവും മാക്സിമം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ PCOD എന്നുള്ള സംഭവത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ ഈ 3 കാര്യത്തിൽ PCOD ഉള്ളവരോട് ഡോക്ടർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറയുന്നത് എക്സസൈസ് ചെയ്യാനായിരിക്കും. അതായത് എക്സസൈസ് ചെയ്താൽ എങ്ങനെയാണ് PCOD കുറയുക അല്ലെങ്കിൽ PCOD മാറുക എന്നുള്ള കാര്യം പലവർക്കും ഡൗട്ടായിരിക്കും. അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ സാധാരണ ഒരു കാർഡിയോ അല്ലെങ്കിൽ നല്ല ഹെവി ഇന്റൻസിറ്റി എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും എന്താ സംഭവിക്കുക? ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ലോസാണ് സംഭവിക്കുക. അതായത് ഫാറ്റ് ബേൺ ആവും. വെയിറ്റ് ലോസ് സംഭവിച്ചില്ലെങ്കിലും ഫാറ്റ് നല്ല രീതിയിൽ തന്നെ ബേൺ ആവും. ഈ ഫാറ്റിലാണ് ശരിക്കും ആൻഡ്രോജൻ അടങ്ങിയിരിക്കുന്നത്. അതായത് ഫാറ്റ് സെൽസും ആൻഡ്രോജൻ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ഫാറ്റ് ബേൺ ആവുകയും ഈ ഫാറ്റിന്റെ അകത്തുള്ള ഈ ആൻഡ്രോജൻ ഹോർമോണും പതിയെ ഡിക്രീസ് ആവുകയും അങ്ങനെ ഫീമെയിൽ ഹോർമോൺസ് ഇൻക്രീസ് ആവുകയും ചെയ്യും. അതായത് ഫാറ്റ് ബേൺ ആകുമ്പോൾ ആൻഡ്രോജൻ കുറയുകയും ഫീമെയിൽ ഹോർമോൺസ് പതിയെ ഗ്രാജുവലി ഇൻക്രീസ് ആവുകയും ചെയ്യും. ഇങ്ങനെ ഫീമെയിൽ ഹോർമോൺസ് ഇൻക്രീസ് ആകുമ്പോൾ അവിടെ ഹോർമോണൽ ഇംബാലൻസ് പതിയെ ബാലൻസ് ആയി ഇറഗുലർ പീരീഡ്സ് എന്ന് പറയുന്ന സംഭവം റെഗുലർ ആവുകയും ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ 2 ക്രൈറ്റീരിയ കാരണമാണ് PCOD ഉണ്ടാവുന്നതെന്ന് പറഞ്ഞല്ലോ. അതിൽ ഇറഗുലർ പീരീഡ്സ് ആണ് ഒരു ക്രൈറ്റീരിയ എന്നുണ്ടെങ്കിൽ ഇതിനെ ഈ ഇറഗുലർ പീരീഡ്സിനെ റെഗുലർ ആക്കാൻ നമ്മൾ ശ്രമിച്ചല്ലോ. അതായത് എക്സസൈസ് ചെയ്തപ്പോൾ നമുക്ക് ഇറഗുലർ പീരീഡ്സ് റെഗുലർ ആയി എങ്കിൽ അവിടുത്തെ 2 ക്രൈറ്റീരിയയിലെ ഒരു ക്രൈറ്റീരിയ നമ്മൾ സോൾവ് ചെയ്തു. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ PCOD ഇല്ലാതാവുകയാണ് ചെയ്യുക. അതിനെ മാക്സിമം നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇതിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എക്സസൈസിലൂടെ നമുക്ക് മാക്സിമം PCODനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. PCOD ഉള്ളവരും എക്സസൈസ് ചെയ്യണം. PCOD ഇല്ലാത്തവർ ഇനി വരാതിരിക്കാൻ ഓൾറെഡി ഇതിനായിട്ടുള്ള കുറച്ച് പ്രാക്ടീസസ്, ഇപ്പോൾ എക്സസൈസ് ആയിക്കോട്ടെ, സ്വിമ്മിങ് ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കണം. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. ബൈ.